ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ ഒരു പുള്ളിക്കോഴി അട വെച്ചത്. അപ്പം നമ്മൾ അട വെച്ച് കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പം നമുക്ക് കുറേ മുട്ടകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിനകത്ത് 1, 2, 3 ഒക്കെ ചീമുട്ടകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ മുട്ട നമ്മൾ വെറുതെ വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ആ മുട്ട നമ്മൾ റിമൂവ് ചെയ്യാൻ ക്യാൻഡലിംഗ് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറാണ് ചെയ്യുന്നത്. അപ്പം വിരിയാനുള്ള മുട്ട എങ്ങനെ തിരിച്ചറിയാം, വിരിയാത്ത മുട്ട എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മുട്ട. അപ്പോൾ ഈ മുട്ടയ്ക്കകത്ത് നമുക്ക് വീഡിയോയിൽ എത്രയോളം കാണുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് രക്തക്കോഴികൾ നമുക്ക് ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം 4-5 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. ചെറിയൊരു മൂവ്മെൻറ്റ് രക്തക്കോഴികൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് വിരിയുന്ന മുട്ട. വിരിയാത്ത മുട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഡു ചെയ്ത് വെച്ചാൽ മതി. ഇനി ഞാൻ വിരിയാത്തൊരു മുട്ടയാണ് കാണിച്ചു തരാം. ഈ മുട്ടയൊന്ന് നോക്കിയാൽ നമുക്ക് എങ്ങനെ നോക്കിയാലും മുട്ട കറക്റ്റ് ലൈറ്റ് പാസിങ്ങാണ്. നമുക്കൊരു സെല്ലും നമുക്ക് കാണുന്നില്ല, ഒരു ഇതുമില്ല, ക്ലിയറായിട്ട് ലൈറ്റ് പാസിങ്ങാണ്. അപ്പോൾ ഈ മുട്ട ഒരു ചാൻസിലും വിരിയാനുള്ള ഒരു ചാൻസും ഇല്ല. നമ്മൾ വെറുതെ വെച്ച് നമ്മുടെ ബാക്കിയുള്ള മുട്ടയ്ക്ക് കിട്ടേണ്ട ചൂട് കളയാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ മുട്ടകളുണ്ടെങ്കിൽ ഒരു 5 ദിവസം 7 ദിവസത്തിനകത്ത് ഉണ്ടെങ്കിൽ അതങ്ങ് റിമൂവ് ചെയ്യുന്ന, എടുത്ത് മാറ്റുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കി സെലക്ട് ചെയ്തിട്ട്, ഇനി സംശയമുള്ളവർക്ക് അതിനെയും വിരിയുമെന്ന് സംശയമുള്ളവർക്ക് അതിനകത്തൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇൻഡുവോ എന്തെങ്കിലും ഒരു അടയാളം മാർക്ക് ചെയ്തിട്ട് അവിടെ വെച്ചാലും കുഴപ്പമില്ല. വിരിയത്തില്ല, ഇത് മുട്ട വിരിയത്തില്ല, അതിനകത്തൊരു സംശയവും ഇല്ല. മുമ്പേ കാണിച്ച സൈസ് മുട്ട വിരിയത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത് നമുക്കെങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് വിരിയുന്ന മുട്ടയും വിരിയാത്ത മുട്ടയും ഒഴിവാക്കാമെന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉള്ള മുട്ട, വിരിയുന്ന മുട്ട, റിസൾട്ടുള്ള മുട്ടയ്ക്ക് നല്ല ചൂട് കിട്ടാനും കോഴിക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കാനും പറ്റുന്ന രീതിയിലാവും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്താൽ നല്ലതായിരിക്കും.